ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇന്നർ ലൈഫാണ്. ഇന്ന് ക്രിസ്മസ് കൂടിയല്ലേ, അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്താലോ എന്ന്. ശരിയാണ്, ഇപ്പോൾ ഞങ്ങൾ കുറച്ചായി അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് ബിസിയുള്ള ദിവസമാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറേ പണികളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ അതിനിടക്ക് നിങ്ങൾക്കും കൂടി വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അമ്മ പുറത്തിപ്പോൾ നല്ല പണിയിലാണ്. ഞാൻ ഇപ്പോൾ ഒരു ടീ ഒക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അനിയത്തി എണീറ്റു. ഞങ്ങളിനി ഓരോരോ പണിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ അമ്മയെ കാണിച്ചു തരാം. ഒരു കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ്, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ പറയാണ്. അപ്പോൾ ഇനി നമുക്ക് അമ്മയെ നോക്കാം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇന്ന് വെള്ളം നനയ്ക്കണം. രാവിലല്ലേ നമ്മുടെ ചെടികളൊക്കെ വെള്ളം ഇല്ലാതിരിക്കുക. പക്ഷെ വെള്ളം ഇല്ലാണ്ടല്ല, നല്ല മഞ്ഞൊക്കെ വീണ് കിടക്കുകയാണ് എല്ലാത്തിലും. വേരില് വെള്ളം നനയ്ക്കണല്ലോ. ഇതൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബോൺസായി മരങ്ങളൊക്കെ. ഇനി അതിൻ്റെ റീപോർട്ടിംഗ് ഒക്കെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വെള്ളം നനയ്ക്കലെന്ന പണിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീട്ടിൽ നല്ല പണിയുണ്ടല്ലേ അമ്മ? ഇന്ന് നല്ല പണിയുണ്ട്. പുറത്തേക്കൊക്കെ പോകണം. ക്രിസ്മസ് അല്ലേ, കേക്ക് മുറിക്കണം. കേക്ക് മുറിക്കാൻ ഞങ്ങളുടെ സാൻഡ എണീറ്റിട്ടില്ല. സാൻഡ എണീറ്റിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാൻ വിചാരിച്ചിട്ടാണ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഒരാൾ രാവിലെ വന്ന് ഫോട്ടോഷൂട്ടിലാട്ടോ. ഇതൊക്കെ ഇവളാണ് എല്ലാം ചെയ്തത്. ഈ എന്താ പറയുക, ഈ സംഭവമൊക്കെ അവൾ തന്നെയാണ് എല്ലാം ചെയ്തത്. നമ്മൾ പിന്നെ ഈ ഡെക്കറേഷൻ പരിപാടിയിൽ കൂടെ നിൽക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് സമയം കിട്ടിയില്ല അവളുടെ കൂടെ ഇരുന്നെല്ലാം ചെയ്തു കൊടുക്കാൻ. പിന്നെ ഈ പുല്ലൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ്. ഇതിലൊക്കെ വെള്ളത്തുള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാ രാവിലെ ഇറങ്ങി വരുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട്. അനിയത്തി ഇവിടെ ഫോട്ടോഷൂട്ടിലാണ്. അതിൻ്റെ ബേസ് ബോർഡിൽ ഉണ്ടാക്കിയതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ മാറ്റി നമ്മൾ മേടിച്ചതാണ് കഴിഞ്ഞ ദിവസം ഈ പുൽക്കൂട്. പിന്നെ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഡെക്കറേഷൻ കൊടുക്കുക, ലൈറ്റൊക്കെ കൊടുക്കുക. ഇത് രാത്രി സമയത്ത് കാണാനാണ് നല്ല ഭംഗി, പകൽ സമയത്ത് കാണുന്നതിനേക്കാളും. രാത്രി സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ റോണയുടെ മോൻ നോക്ക്, ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട്. തണുപ്പായതുകൊണ്ട് നല്ല ഉറക്കത്തിലാണ് അവളിപ്പോൾ. അയ്യോ അയ്യോ, ഇവിടെ അമ്മയുണ്ട്. ഇവൾക്കിപ്പോ 6 വയസ്സായി. ഇവൾക്കൊരു അമ്മയുണ്ട്, അവള് മുകളിലാണ്. അവൾക്കിപ്പോ 14 വയസ്സായി. അപ്പൊ വയ്യാന്ന് പറഞ്ഞാ ഒന്ന് എണീച്ചൊന്ന് പോയി ഭക്ഷണം കഴിക്കും, അത്രേ ഉള്ളൂ. അത് കാരണം അവളുടെ മേലെ ഒരു ചെറിയൊരു റൂമുണ്ട് മേലെ. ആ റൂമിൽ തന്നെ അവള് 3 പ്രാവശ്യം കുട്ടിയിട്ടതില്, അങ്ങനെ കുട്ടികൾ കച്ചവടമായതിൽ ആ പൈസയിൽ കെട്ടിയതാ എൻ്റെ മോന്. മേലെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ റൂമുണ്ട്. പയ്യ അവൾക്ക് നല്ല നല്ല ഭംഗിയുള്ളവളാണ്. ഇപ്പൊ ഭംഗിയൊക്കെ പോയി, നല്ല പ്രായമായില്ലേ. വയ്യാന്നാവുമ്പോൾ ഡോക്ടർമാർ വരും. എൻ്റെ മോനെ അവളെ നോക്കിയത് അത്രയും നല്ല രീതിയിൽ അവൻ നോക്കിയിട്ടുള്ളൂ. ഉപ്പ്, എരിവ്, എണ്ണ ഇതൊന്നും ചെറുപ്പം മുതലേ അവൻ കൊടുക്കാൻ വിടില്ല. അവൾക്ക് എന്താ കൊടുക്കണം എന്നുള്ളത് അവൻ തീരുമാനിച്ച് അങ്ങനെ കൊടുത്ത കാരണമാണ് ഇന്ന് 14 വയസ്സ് വരെ അവള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലേബർ ഡോഗാണ്. 10 വയസ്സ് അതിൻ്റെ മേലെ അവർ ജീവിക്കില്ല. പക്ഷെ 14 വയസ്സിൽ ഇപ്പോഴും ജീവിക്കണ നമ്മുടെ റോസി. 3ാമത്തെ പ്രസവത്തിന് 7 കുട്ടി കിട്ടി. അതിൽ 1 ആൺകുട്ടിയും ബാക്കി 6 പെൺകുട്ടിയായിരുന്നു. ആൺകുട്ടീനെ ക്രോസിങ് വിട്ട സ്ഥലത്ത് വന്ന് എടുത്തിട്ട് പോയി. ബാക്കിയൊക്കെ 6 കുട്ടികളും ഞങ്ങൾ 5 കുട്ടി വിറ്റു. ഇവളാണ് 3ാമത്തെ പ്രസവത്തിൽ ഫസ്റ്റ് കുട്ടി. പക്ഷെ ആ കുട്ടികളിലൊക്കെ ഇത്തിരി ഭംഗികളല്ലായിരുന്നു. പിന്നെ നല്ല ഭംഗികള്. ഇവളാണ് കുഞ്ഞായിരിക്കുമ്പോ ആദ്യം ഇവക്ക കണ്ണ് വേഗം തുറന്നതും വേഗം നടന്നതും വേഗം കുറയ്ക്കാൻ തുടങ്ങിയത്. അത്രയും ഉഷാറ് കണ്ടപ്പോ മനു എന്ത് ചെയ്തു,
നമുക്ക് ഇവളിനെ എടുത്തു വെക്കാം, അമ്മയ്ക്ക് പ്രായമായല്ലോ. കണ്ണു മാത്രം തിരിയ പറയുമ്പോ. റോണ എന്ത് വേണം നിനക്ക്? വിശപ്പായോ? പച്ചവെള്ളം കുടിക്കില്ല വന്ന. എനിക്കറിയാലോ അന്ന് ഒരേട്ടം കൊണ്ടുപോയല്ലോ. അവളുടെ ഭംഗി കണ്ടിട്ട് ഒരാള് ചോദിച്ചു എന്ന് പറഞ്ഞ് എനിക്കും എവിടെങ്കിലും നമുക്ക് പോവാൻ പറ്റില്ല, കല്യാണം കഴിഞ്ഞ ഒരു ടൈമായിരുന്നു. ശരി എന്നാ കൊടുത്തു നോക്കാന്ന് പറഞ്ഞ് കൊടുത്തപ്പോ ശരിക്കും ഒരു 4 മണിക്കൂർ അവര് കൊണ്ടുപോയി വെച്ചു. ആ 4 മണിക്കൂറും അവര് എന്ത് കൊടുത്തിട്ടും അവള് കഴിച്ചില്ല. 4 മണിക്കൂർ നിർത്താതെ കൊരയായിരുന്നു. അവര് പാല് കൊടുത്തു, വെള്ളം കൊടുത്തു, കുടിച്ചില്ല അവള്. അപ്പൊ ഞാൻ ഇവിടെ പറയുകയും ചെയ്തില്ല സന്ധിക്കയോ അവളില്ലാത്തോണ്ട് എന്തോ പോലെ മാന്ന് പറയുകയും ചെയ്തു. അത് പറഞ്ഞ് കുറച്ചേരം കഴിഞ്ഞതും അവര് ഓട്ടോയിൽ കൊണ്ടൊന്ന് ആക്കി ഇവിടെ വന്നിട്ടാണ് അവള് വെള്ളം കുടിച്ചതൊക്കെ. ബക്കറ്റ് വെള്ളം ഞാൻ കൊണ്ടുപോയി കൊടുത്തപ്പോ അപ്പൊ തന്നെ അവള് കുടിക്കുകയും ചെയ്തു. എന്നെ നോക്കി ഇങ്ങനെ നിക്കുമ്പോണ്ടല്ലോ കണ്ണിലാ വെള്ളം വരുന്നത് കാണുമ്പോ അതിലും ഭംഗിയായിരുന്നു. അന്ന് റോസിന് ഇവിടെ കിട്ടിയിരുന്നത്. അമ്മയും മോളും സ്നേഹം കിടന്ന് ഉരുളായിരുന്നു രണ്ടും കൂടെ. ഇവളുടെ അമ്മയുടെ കൂടാണിത്. ഇവിടെ അമ്മേനെയും മോളും ഇവിടെ ഇട്ടിരുന്നു ഞങ്ങള്. പക്ഷെ അമ്മയ്ക്ക് ആകെ പ്രായമായപ്പോ ഇവള് കുറച്ച് വലുതാവാൻ തുടങ്ങിയപ്പോ ഇവള് മേത്തൊക്കെ കയറുമ്പോ അമ്മയ്ക്ക് പറ്റില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അമ്മേനെ മേലാക്കി. എന്ത് റോണ നിന്നെ പറയണ്? പാവമ്മ ഷെയ്ക്കൻഡ് കൊടുക്കടാ. ഇരിപ്പൊക്കെ കാണുമ്പോ നിങ്ങക്ക് പാവമൊക്കെ തോന്നും, പക്ഷെ നല്ല വികൃതി കുട്ടിയാണ്. ഇപ്പൊ ഒന്ന് വികൃതിയൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലേ അമ്മ? നല്ല സ്നേഹം, നല്ല സ്നേഹമാണ്. ഇപ്പൊ വികൃതി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ബോൺസായ ചെടിയൊക്കെ വലിച്ചിട്ട് ഓടും. ഇപ്പൊ അഴിഞ്ഞാലും നമ്മുടെ സിറ്റ് ഔട്ടിൽ വന്ന് നോക്കി നിൽക്കും നമ്മളെ. അങ്ങനെ ഓടണോ അല്ലെങ്കിൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ചാടി മേത്ത് കയറാനാ നോക്കുക. ഇപ്പൊ അതൊന്നും അങ്ങനെ ഇല്ല. ഞങ്ങളുടെ വീട് 5 സെന്റിലാണ്. ഈ 5 സെന്റില് ഞാനും എൻ്റെ മോനുക്കും ഭയങ്കര ഇൻട്രസ്റ്റ് എന്താന്ന് വെച്ചാൽ ചെടികൾ വെക്കണം, മരങ്ങൾ വെക്കണം എന്ന്. ഞങ്ങൾക്ക് അപ്പം ഈ 5 സെന്റ് സ്ഥലമേ വാങ്ങാൻ പറ്റുള്ളൂ. ഇത് സപ്പോട്ട മരമാണ്. ഇവന് എത്ര കൊല്ലം പറയാ, 13 കൊല്ലായി വന്നു ഈ സപ്പോട്ട. സമയത്തൊക്കെ ചാക്ക് കണക്കാ കൊടുത്ത് സപ്പോട്ട പഴങ്ങള്. അത് ഞങ്ങള് കച്ചവടം ചെയ്തു. അത് മാത്രല്ല ആ സമയം ഏട്ടന് വർക്ക് ഉണ്ടായിരുന്നില്ല. കൊറോണ സമയങ്ങളില് 1.5 കൊല്ലം സ്റ്റാള് പൂട്ടിയിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു എന്താ പറയാ, ഒരു വരുമാനം പോലെയായിരുന്നു ഈ സപ്പോട്ട മരം. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. ഇപ്പോഴും ഇതാ വിടുന്നുണ്ട്. പക്ഷെ അത് ആ കൊല്ലം സപ്പോട്ട കൊടുത്ത പോലെ, സപ്പോട്ട പഴം കൊടുത്ത പോലെ പിന്നെ ഏത് കൊല്ലവും കൊടുത്തില്ല. ചാക്ക് കണക്കായിരുന്നു. കിലോ 50 രൂപ വെച്ചിട്ട് എത്രയോ പേര് ഫോൺ വിളിച്ച് വന്ന് വാങ്ങിയിട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അന്ന് കൊറോണ സീസൺ ആയിരുന്നു, ഫ്രൂട്ട്സുകളൊന്നും കിട്ടാറില്ല. അപ്പം നമ്മുടെ ഈ ഫ്രൂട്ട്സ് വിഷങ്ങളൊന്നും അടിക്കാത്തതല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ കുറേ ഞങ്ങൾക്ക് മറക്കാത്ത ഒരു മരം. അത് കാരണം ഞങ്ങൾ ഇത് കുറച്ച് ചെറിയൊരു സ്ഥലത്തിലായിരിക്കും മുമ്പിൽ. ഞങ്ങൾക്ക് തണലുണ്ട്, ചൂട് അങ്ങനെ ഉണ്ടാവില്ല ഈ മരം കാരണം. ഒറ്റ മരം മതി ഒരു വീട്ടിൽ. അങ്ങനെ ഇതാ കായ, ഇതാ സപ്പോട്ടയുടെ പൂക്കളാണിത്. ഇതാ പൂക്കൾ ഇതുപോലെ ഇപ്പം നിറയെ കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പുറത്തൊക്കെ ഉണ്ടേ. അപ്പുറത്ത് കുറേ ഉണ്ടേ. ഞങ്ങളിപ്പോൾ വീട്ടിൻ്റെ മുകളിലാണ്. മുകളിൽ വന്നാലേ നമുക്ക് കായ്കളൊന്ന് കാണാൻ പറ്റും. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ടാങ്കുകളാണ്. ചീര. പക്ഷെ ഇപ്പൊ നിറച്ച് പുല്ല് വന്നിട്ടുണ്ട്. ഇനി അത് പറിച്ചിട്ട് വേണം വെക്കാൻ. രണ്ടാമത് മണ്ണ് ഒരുക്കണം. മണ്ണ് ഒരുക്കി കഴിഞ്ഞിട്ട് വേണം വെള്ളത്തിന്റെ ടാങ്ക്. അത് റംബൂട്ടാനാണ് തൊട്ടടുത്തുള്ളത്. അറിയുന്നില്ല. ഈ റൂമിലാട്ടോ റോസി കിടക്കണത്. ഇതാണ് റോസി. ഇവളിങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ വയ്യാണ്ടായി, ഫുഡൊക്കെ കഴിക്കലൊക്കെ കുറഞ്ഞു. അത് ഇപ്പം ഞങ്ങൾ അവൾക്ക് സാധാരണ കൊടുത്തുകൊണ്ടിരുന്ന ഫുഡൊന്നും കൊടുക്കണില്ല. ഡോക്ടറാണ് പറഞ്ഞത് ലൈറ്റ് ഫുഡ്, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡുകൾ മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന്. അതുകൊണ്ട് നല്ല ക്ഷീണിച്ചു അവള്. കണ്ടോ, എല്ലൊക്കെ പുറത്ത്
കാണുന്ന രീതിയിലോട്ടായി. പ്രായമാവും തോറും ഈ കണ്ണില് കുരു, കാലിൽ കയ്യില് കുരുവൊക്കെ വരാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞ് മരുന്ന് കയ്യിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത്രയും പ്രായമായല്ലോ അവർക്ക്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്നേ നോക്കുള്ളൂ ഡോക്ടർ. പക്ഷെ നല്ല സ്നേഹാട്ടോ, അവൾക്ക് എല്ലാരും കണ്ടു കഴിഞ്ഞാലും ഭയങ്കര ഇഷ്ടാ. ലിവറിൽ അവൾക്ക് ഇപ്പൊ നീര് കെട്ടലാണ്. അതാണ് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പനി ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് പനി വരും. അപ്പോ ഡോക്ടർമാർ വരും, ഒരു 3 ഇഞ്ചക്ഷനും അവളുടെ ഒക്കെ മരുന്നുകൾ. ഇതൊക്കെ അവളുടെ മരുന്നുകളാണ് എല്ലാം. മുരുവിന് തേക്കണതും സ്പ്രേ ഒക്കെ അവളുടെ മരുന്നുകളാ. എത്ര ചെലവായാലും എൻ്റെ മോന് ഡോക്ടറിനെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. അത്രയും സ്നേഹമാണ്. റോസി എന്ന് പറഞ്ഞാൽ അവക്ക് വയ്യാന്നായ പിന്നെ രാത്രിയും പകലും അവൻ ഉറങ്ങില്ല, അങ്ങനത്തവനാ. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ഇഡ്ഡലി. ഞങ്ങളുടെ കുഞ്ഞിന് കൂടുതൽ ഇഡ്ഡലിയാണ് ഇഷ്ടം. അപ്പം ഞാനിതിപ്പോൾ കൂടുതൽ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാറ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഡ്ഡലിയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കൂടുതൽ ഇഡ്ഡലിയാണ് എല്ലാത്തിനും. അതാണെങ്കിൽ രാവിലെ എനിക്ക് എളുപ്പ പണിയുമല്ലേ. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോണ മുമ്പ് വേഗം എണീച്ച് വേഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ മുപ്പത് കഴിച്ചിട്ട് ഒറ്റ ഓട്ടായിരിക്കും. അച്ഛനൊരു 7 മണിക്കൊക്കെ ഫുഡ് വേണം, അപ്പൊ പിന്നെ എളുപ്പം ഇഡ്ഡലി തന്നെയാണ്. 6:30 6:45 ഇറങ്ങും ആള്. അപ്പൊ ഒരാൾ ഫുഡ് കഴിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. സമയം ഇപ്പൊ 10:30 മണി കഴിഞ്ഞു. അതെ, കുറച്ച് ലേറ്റ് ആയി. ഇപ്പൊ ഇന്ന് കഴിക്കണത് ഇഡ്ഡലിയാണ്. ഇത് നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട്. ഏകദേശം 1 മില്യൺ റീച്ചായ ഡിഷാണ് ഇഡ്ഡലി. അപ്പോൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും പോയി നോക്കണമല്ലോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ നമ്മൾ കഴിയാം. നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം കേട്ടോ. നിങ്ങൾ കഴിച്ചോ? ഞങ്ങള് കഴിച്ചു. അപ്പം ഉച്ചക്ക് ബിരിയാണിയാണ് എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇവിടെ അടിച്ചു തൂത്തൊക്കെ ഇട്ടു, ചവറൊക്കെ കളഞ്ഞു. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ പർച്ചേസൊക്കെ ചെയ്തതിൻ്റെ സാധനങ്ങളാണ്. ബർത്ത്ഡേയുടെ പർച്ചേസും കാര്യങ്ങളും ചെയ്തതിൻ്റെയാണ്. നമുക്ക് എവിടെയും കൊണ്ട് വെക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇത് അവൻ്റെ ഡ്രസ്സാണ് ഫോട്ടോഷൂട്ടിനുള്ളത്. ഇതൊക്കെ ബർത്ത്ഡേ പരിപാടിക്കുള്ള സാധനങ്ങളാണ് ഈ കിടക്കണതൊക്കെ. പിന്നെ അതൊക്കെ എൻ്റെ മോൻ്റെ പരിപാടി കേട്ടോ. അവൻ്റേതായിട്ടുള്ള സാധനങ്ങൾ അവനെടുത്ത് നോക്കുക, അവിടെ ഇട്ടിട്ട് പോവുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ പരിപാടിയും കൂടി ഉള്ളു. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്താ അമ്മ ചെയ്യണ്? ബെഡ്റൂമൊക്കെ വൃത്തിയാക്കല്ലേ. അപ്പൊ ഈ അലക്കിയ തുണികളൊക്കെ മടക്കി ഉള്ളിൽ വെക്കുക. ഹോളില് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ തുണികളൊക്കെ. വെച്ചിട്ട് വേണം ഇവിടെ വന്നതാ ഷീറ്റ് ഒക്കെ വിരിക്കണം. ഇനിയിപ്പോ ബെഡിനൊക്കെ ഉള്ളിലൊക്കെ എടുത്ത് വെക്കണം. കുറച്ചും കൂടി ഉണ്ട് വർക്ക്. ഇന്നായിട്ട് നമ്മള് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഞങ്ങള് സമയം ഒതുക്കി ചെയ്യാണ്. നമുക്കതിന് കുറച്ച് സമയം കിട്ടുന്നില്ല. അപ്പോൾ കാരണം ഇന്നത്തെ ഡേ കംപ്ലീറ്റും അതിന് ഒതുക്കിയിട്ടുണ്ട്. വൈകുന്നേരം പിന്നെ വേറെ എല്ലാത്തിനും. യെസ്, ഞാൻ അപ്പുറത്തെ റൂം ക്ലീൻ ചെയ്യായിരുന്നു. കുറച്ചൊക്കെ കഴിഞ്ഞു. എന്ത് കഴിക്കാൻ പോവാ? എന്ത് കഴിക്കാൻ പോവാ? ചിക്കൻ ബിരിയാണി. ഏയ് ചിരി നോക്ക്. ഇന്ന് നമുക്ക് സമയമായി ക്ലീനിങ്ങിൽ ഇറങ്ങിയ കാരണം ഒന്നും ഞങ്ങള് വെച്ചില്ല. കാരണം ഒക്കെ നമ്മള് വാങ്ങിയതാ. ഞങ്ങള് വെക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ ഞങ്ങക്ക് സമയമില്ല. നമ്മളങ്ങനെ വാങ്ങാറില്ല. ഇവിടെ അങ്ങനെ പുറത്തുനിന്നുള്ള ആഹാരം കുറവാട്ടോ, വളരെ റെയറാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തിരക്കിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാറുള്ളൂ. അത് ഇത്രയൊന്നും വാങ്ങില്ല. ഇന്നിപ്പോ എന്താ അറിയില്ല, കൂടുതൽ മേടിച്ചിട്ട് വന്നു. 1 കിലോ ബിരിയാണി അങ്ങനെയായിട്ട് അത് വാങ്ങിയത്. പൊതിയല്ല, പൊതി ബിരിയാണി അല്ല. പൊതി ബിരിയാണി അല്ല, ബക്കറ്റ് ബിരിയാണി. 1 കിലോ 1 kg ബിരിയാണി. അതാകുമ്പോ രാവിലെയും ഉച്ചയ്ക്കും കഴിക്കാം,
രാത്രി ഇതില് നമുക്ക് എണ്ണ അതൊക്കെ ഓയിലൊക്കെ കുറവാണ്. ഇതിവിടെ കുട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഇതിൽ ആക്ച്വലി നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡാൽഡയുടെ ടേസ്റ്റോ ആ ഒരു വഴുവഴുപ്പോ ഒന്നുമില്ല. കറക്റ്റ് ആ ഓയിലിൽ ചെയ്തതിൻ്റെയാണ്. നെയ്യില്ല, നെയ്യുടെ ടേസ്റ്റ് ഒന്നുമില്ല അതില്. എന്നാലും കുഴപ്പമില്ല വിചാരിക്കണം. അപ്പൊ ഇന്ന് അങ്ങനെ ആക്കി. അപ്പൊ ശരി, എന്നാ ഞങ്ങൾ എല്ലാരും കഴിക്കട്ടെ. അമ്മ എവിടെ പോവാമ്മ? ബ്യൂട്ടി പാർലറിലാണ്. എന്തിന്? കാർക്കട്ട് ചെയ്യാം, സ്റ്റെപ്പ് കെട്ടി. അപ്പൊ ഞങ്ങള് അമ്മയുടെ മുടിയൊക്കെ വെട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. മോൻ ഉറങ്ങുകയാണ്. അപ്പൊ പിന്നെ അനിയത്തി ഉണ്ടല്ലോ വീട്ടില്. അപ്പൊ അങ്ങനെ കിടത്തിയിട്ട് പോകുന്നു. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങള് വരണ ഭദ്ര എന്ന് പറയുന്ന സലൂണിലാണ് വരാറ്. മുടി വെട്ടാൻ പോവുക. യെസ്, സ്റ്റെപ്പ് സ്റ്റെപ്പ്. ഞാൻ എപ്പോഴും സ്റ്റെപ്പാണ് കട്ട് ചെയ്യാറ്. എപ്പോഴും അല്ല, മുടി വളരുമ്പോൾ ആ സ്റ്റെപ്പൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സ്റ്റെപ്പ് ചെയ്യും. തിരിയൊന്ന് ഗൈസ് നോക്ക്, നല്ല ബൗൺസി ആക്കി വെച്ചിട്ടുണ്ട് മുടിയൊക്കെ. പോവാന്നാ. അങ്ങനെ ഞങ്ങള് വീടൊക്കെ എത്തി. ഇതാ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാളെ എണീറ്റിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളെയും കാത്ത് മാമിയും മോനും കൂടി ഇവിടെ ഇരിക്കണായിരുന്നു. ഇഷ്ടമായ അമ്മയ്ക്ക് മുടി കിട്ടിയത്? പിന്നെ ഞാൻ സാധാരണ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് സ്റ്റെപ്പ് ചെയ്യാറ്. ഞാൻ ആദ്യമായിട്ട് സ്റ്റെപ്പ് ചെയ്തത് ഞാൻ ബ്യൂട്ടി പാർലർക്ക് ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോയപ്പോഴാണ്. അങ്ങനെ അപ്പൊ തൊട്ട് പിന്നെ സ്റ്റെപ്പ് തന്നെ. അപ്പൊ നമുക്ക് ക്രിസ്മസിന്റെ കേക്ക് മുറിക്കാം. പ്ലം കേക്കാണ്. നമ്മൾ ചെറിയ കേക്കാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഞാൻ എപ്പോഴും കഴിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. അതുകൊണ്ട് കുട്ടി കേക്കാണ് മേടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് സന്തോഷമായിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. അതാ അയ്യോ, എന്താണ് കേക്ക് ഒരു കഷ്ണം എനിക്ക് വേണ്ട, ഞാൻ പിന്നെ എടുത്തോളാം. ഹാപ്പി ക്രിസ്മസ്. അതിലും തിന്നില്ല തിന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മള് റൂമൊക്കെ വൃത്തിയാക്കി. ഇനി ഇതിനകത്ത് പണിയൊന്നുമില്ല. തൊട്ടി തുണിയൊക്കെ മാറ്റി. തൊട്ടിയില് ഇവനെ എപ്പോഴും കിടത്താറില്ല കേട്ടോ. രാത്രി ജസ്റ്റ് ഒന്ന് കിടത്തും. പിന്നെ അവൻ കിടക്കാറുമില്ല. കൂടുതലും കട്ടില്ല. അതാണ് സെൻറ്ററിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വിരിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു ക്രിസ്മസ് ദിനം ഞങ്ങൾ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.